കൊല്ലത്ത് കുളത്തൂപ്പുഴയിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ ലൈല ബീവിയാണ് രാജിവെച്ചത്. കുളത്തൂപ്പുഴ ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ലൈല ബീവി അറിയിച്ചു. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, സീറ്റ് കിട്ടാത്തോണ്ട് ഏരിയ കമ്മിറ്റി അംഗമൊക്കെയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഒരു തവണ മത്സരിച്ച് വിജയിച്ചു വന്നതാണ്. ലൈല ബീവി എന്ത് തീരുമാനിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നൊക്കെ അറിയുന്നു? വെരി ഗുഡ് ഈവനിങ്. ലൈല ബീവി 2 തവണ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മാത്രമല്ല CPMന്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഇപ്പോൾ ആ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഈ ലൈല ബീവി ഇപ്പോൾ പാർട്ടി അംഗത്വമടക്കം രാജിവെക്കുകയും ചെയ്തത്. ഞാൻ അല്പം മുമ്പ് ഈ ലൈല ബീവിയുമായി സംസാരിച്ചപ്പോൾ ഈ ലൈല ബീവി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എനിക്ക് അപ്പോൾ തോന്നിയൊരു മാനസിക ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ പാർട്ടി ഒരു പക്ഷേ തിരുത്തുമായിരിക്കും, എനിക്ക് സീറ്റ് തരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതായത് ഈ സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ ലൈല ബീവി അടക്കം മുന്നോട്ട് വെച്ചിരിക്കുകയും ചെയ്തത്. എന്തായാലും പാർട്ടി മറ്റു പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ലൈല ബീവിക്ക് ഇനിയുള്ള ഒരു സീറ്റ് നൽകില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് പാർട്ടിയുടെ നിലപാടെന്നുമാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കുളത്തൂപ്പുഴ ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എന്തായാലും അറിഞ്ഞത്. ഈ കുളത്തൂപ്പുഴ ഭാഗത്ത് തന്നെ CPMൽ വലിയ പിന്തുണ ഈ ലൈല ബീവിക്ക് ഉണ്ടായിരുന്നു. സീറ്റ് കൊണ്ട് 2 തവണ താൻ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അടക്കം പറയുകയും ചെയ്തു. പക്ഷേ പുതുതലമുറയ്ക്ക് ഈ സീറ്റ് നൽകണമെന്നും അതിൽ അവർക്ക് അവസരങ്ങൾ നൽകണമെന്നുള്ളൊരു ആവശ്യം പാർട്ടിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ലൈല ബീവി തന്റെ പാർട്ടി അംഗത്വം രാജിവെച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, എന്താ പറയല്ലേ, അധികാരം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ 2 ടേമൊക്കെ പോരെ. മനുഷ്യർക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക, അവർക്ക് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? അല്ലെങ്കിൽ തന്നെ ജനപ്രതിനിധിയാവുക എന്നുള്ളത് CPMൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ലേ, സംഘടനാ പ്രവർത്തനമല്ലേ പാർട്ടി പറയുന്നത്? എന്താ ചെയ്യുക?